ബീഹാറിലെ ബങ്കിപ്പൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ ബി ജെ പിക്ക് ഇന്ന് തോൽവി വഴങ്ങേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ തോൽവിയിൽ വിജയിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ കണക്കുകൾ നോക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെയും വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കെങ്കിലും എവിടെയെങ്കിലും EVM പറ്റി കുറ്റം പറയാനുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം പലർക്കും പ്രശ്നമെന്ന് പറയുന്നത് EVM ആണല്ലോ. കാരണം BJP വിജയിക്കുന്നത് EVM അട്ടിമറിയിലൂടെയാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ വലിയ തോതിലുള്ള ആ ഒരു തരത്തിലുള്ള സംസാരമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ അടപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ EVM ഓക്കെ ആണ്, കാരണം ഇപ്പോൾ ആരും കുറ്റം പറയുന്നില്ല. കാരണം BJP ജയിക്കുന്ന അല്ലെങ്കിൽ BJP ജയിച്ചു കയറുന്ന സ്ഥലങ്ങളിൽ എല്ലാം EVM തട്ടിപ്പാണ്. പക്ഷേ BJP തോറ്റു കഴിഞ്ഞാൽ EVM നല്ലതാണല്ലേ, ശരിയാണ്. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡ് രീതി, ആ ഒരു തരത്തിലോട്ടുള്ള കാര്യങ്ങളാണോ? ഈ തോൽവി വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന രീതിയിൽ ആരും തോക്കും, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ജയിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ആ ജയിക്കുന്നതിൽ EVM തട്ടിപ്പാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷമോ മറ്റാരെങ്കിലും ജയിക്കുമ്പോൾ BJP തോക്കുമ്പോഴത്തേക്കും EVM ശരിയാണ് എന്ന് പറയുന്നത് എവിടത്തെ ഏത് വകുപ്പിൽ ശരിയാണ് എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്. കാരണം ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം, അതായത് ഈ ഒരു സീറ്റിലെ BJP പരാജയത്തിലൂടെ EVM എന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രതിപക്ഷത്തെ അടപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് BJPക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനിയും EVM അട്ടിമറിയാണ്, ഇനിയും BJP EVM അട്ടിമറിച്ചുകൊണ്ട് ഇതാണ് എന്നൊക്കെ പറയാനായിട്ട് ഇവർക്കൊന്നും തന്നെ പൊങ്ങത്തില്ല. ഇനിയും ഈ പറയുന്നത് BJP ചിലപ്പോൾ ഇനി അടുത്ത പല തെരഞ്ഞെടുപ്പുകളും BJP വിജയിച്ചാൽ വീണ്ടും പറയും EVM തട്ടിപ്പാണ്. അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ EVM തട്ടിപ്പ് എന്താ നടന്നില്ലേ? അറിയാമല്ലോ, അവിടെ ഭരിക്കുന്നതും BJP ആണ്. അപ്പോൾ ഈ ഒരു സീറ്റിൽ എന്താ BJPയുടെ സ്ട്രോങ് സീറ്റിൽ എന്താ ഈ EVM പ്രശ്നം ആ ഒരു തരത്തിലൊന്നും നടന്നില്ലേ? സംഭവം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം ഇല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടുത്തെ മെയിൻ പ്രതിപക്ഷം എന്ന് പറയുന്നത് കണക്കുകൾ വളരെ കൃത്യമാണ്. അതായത് അവിടുത്തെ മെയിൻ പ്രതിപക്ഷം RJD ആണ്. RJDയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്. ഈ രണ്ട് പാർട്ടികൾക്ക് എന്ത് സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബങ്കിപ്പൂരിൽ അറിയാമല്ലോ. അതായത് കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നത്. അതായത് കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ബങ്കിപ്പൂരിൽ പ്രശാന്ത് കിഷോർ 63,000 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. BJPക്ക് 45,000 വോട്ടുകളാണ്. എന്നാൽ ഇവിടെ RJD എന്ന് പറഞ്ഞാൽ RJD മാത്രമല്ല, RJD എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസ് ഒപ്പമുള്ള ഒരു ഇന്ത്യ സഖ്യമാണ് RJD എന്നുള്ളത്. അതായത് കോൺഗ്രസ് ഇതിൽ നിന്നിട്ടില്ല. അപ്പോൾ RJDക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കൂട്ടരും കൂടെ ചേർന്നിട്ട് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 14,000 സംതിങ് വോട്ടുകളാണ് കിട്ടിയെന്ന് പറയുന്നത്. ഇതിൽ പ്രശാന്ത് കിഷോർ വിജയിച്ചിരിക്കുന്നത് 19,000-ലധികം വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ വിജയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ അല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പോലെ അല്ല, തീർച്ചയായിട്ടും പെർസെൻറ്റേജ് നല്ല രീതിയിൽ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല, വോട്ടിംഗ് പെർസെൻറ്റേജും കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ 3 സീറ്റുകൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ പക്ഷേ ഈ RJD മുഖ്യ പ്രതിപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് വോട്ടുകൾ ഒറ്റയടിക്ക് ഷിഫ്റ്റായി. ആരിലേക്ക് ഷിഫ്റ്റായി? ഈ പറയുന്ന പ്രതിപക്ഷ വോട്ടുകൾ, അതായത് RJD കോൺഗ്രസ് വോട്ടുകൾ അത്രയും കംപ്ലീറ്റ് ആയിട്ട് പ്രശാന്ത് കിഷോറിലേക്ക് ഷിഫ്റ്റ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. നമുക്കറിയാം ബീഹാറിൽ ഓൾറെഡി BJP ഭരണത്തിലാണ്. അപ്പോൾ ഈ ഒരു സീറ്റ് കൊണ്ട് അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം അത് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ടുകളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട അനിവാര്യം തന്നെയാണ്. BJP തുടരെ ജയിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. പക്ഷേ ആ ജയിച്ചു വരുന്ന ആളല്ല ഇപ്പോൾ നിന്നതെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ രാജിവെച്ചു, BJPയുടെ പുതിയ സ്ഥാനം വഹിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ അവിടെ നടന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് പുതിയ ഒരാൾ BJPക്ക് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അപ്പോൾ ആ ആൾ പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി ഉദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ തിരിച്ചടി സംഭവിച്ചത് ആർക്കാണ്? പ്രതിപക്ഷമായിട്ടുള്ള RJDക്കും കോൺഗ്രസിനുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് അവിടെ പുതിയ ഒരു പാർട്ടി രൂപപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം വേറൊരു തരത്തിലോട്ട് മാറി അവിടെ 3 ഇതായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ലേ? അവിടെ കോൺഗ്രസ് RJD ഇപ്പോഴായി പറയുന്ന രീതിയിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജൻസ്വരാജ് പാർട്ടിയും കൂടി ആകുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഇവിടെ 8ന്റെ പണി കിട്ടിയിരിക്കുന്നത് RJDക്കും കോൺഗ്രസിനുമാണ് എന്ന് പറഞ്ഞാൽ, അതായത് RJD കോൺഗ്രസ് വോട്ടുകൾ ഒറ്റയടിക്ക് ഷിഫ്റ്റായി മാറിയിരിക്കുന്നത് പ്രശാന്ത് കിഷോറിലോട്ടാണ്. അതേസമയം ഇത് ഭിന്നിച്ച് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ BJP വിജയിക്കുന്ന കാര്യങ്ങൾ മാറിയത്. കാരണം അത് വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്. അതായത് RJDയുടെ വോട്ടുകൾ അത്രത്തോളം ഗണ്യമായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാണ് ഇതിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ ആ വോട്ടത്രയും കൂടെ പ്രശാന്ത് കിഷോറിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. പക്ഷേ ഇവിടെ ഒരു സ്പ്ലിറ്റ് വോട്ട് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബീഹാർ ബങ്കിപ്പൂരിൽ സംഭവിച്ചതെന്ന് പറയുന്നത്. അതായത് അവിടെ പ്രതിപക്ഷം 100% തോറ്റ് തുന്നം പാടി എല്ലാ അർത്ഥത്തിലും. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്ന RJDക്ക് BJPയുടെയോ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെയോ വോട്ടിന്റെ അടുത്തെത്താൻ പോലും സാധിക്കാത്ത തരത്തിലോട്ട് പ്രധാന പ്രതിപക്ഷം മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നാണംകെട്ട തോൽവി എന്ന് പറയുന്നത് RJDയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ബങ്കിപ്പൂരിൽ എന്നല്ല, എല്ലായിടത്തും EVM കുറിച്ചുള്ള ആ ഒരു സംഭവം പൊളിഞ്ഞടുങ്ങി. അതായത് BJP തോറ്റു. അപ്പോൾ EVM ശരിയാണോ? BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം സംഭവിക്കുമ്പോഴത്തേക്കും അപ്പോൾ എന്താ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ EVM? അപ്പോൾ EVM എന്ന് പറയുന്ന അത് പ്രതിപക്ഷത്തിന്റെ അടപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ ബീഹാറിൽ പ്രതിപക്ഷമായിട്ടുള്ള RJDയുടെ പതനമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും വലിയ തോതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്.
ഇനി ബി ജെ പി സംബന്ധിച്ചുള്ള തോൽവി എന്ന് പറയുന്നത് അവർക്കൊരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവരിപ്പോൾ ഒരു സ്ഥലത്ത് തോറ്റിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ. ഇതില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ്. കാരണം അവർ ഒരു സ്ഥലത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ തുരിതുരാ തോറ്റു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതേസമയം ബി ജെ പി അങ്ങനെയല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ ഒരു വലിയ തിരിച്ചുവരവെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് തോറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഡബിൾ എഫക്റ്റിൽ തിരിച്ചു വരാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് അവർക്ക് 100% സാധിക്കുമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ എണ്ണം ബീഹാറിൽ കൂടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അതായത് പുതിയൊരു പാർട്ടി ഈ പറയുന്ന ജൻ സ്വരാജ് ആ ഒരു തരത്തിൽ വന്നതോടുകൂടി തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഒന്നല്ല പല രീതിയിലോട്ട് മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാതിരി ആയിരിക്കില്ല ഈ ഒരു മെയിൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. RJD, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ഈ പാർട്ടി കൂടി ആ ഒരു തരത്തിലോട്ട് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷ വോട്ടുകൾ, അതായത് BJP ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകൾ അത്രയും ഭിന്നിപ്പുണ്ടാവുന്ന തരത്തിലോട്ട് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ RJD, ഈ പറയുന്ന പ്രശാന്ത് കിഷോർ ആ ഒരു തരത്തിലേക്ക് മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം കിട്ടുന്ന ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും BJP ക്കായിരിക്കും, ഭരണപക്ഷത്തിനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഉദയം, പ്രശാന്ത് കിഷോറിന്റെ ഈ ഒരു വിജയം, അത് ശരിക്കും പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഇനി വരാൻ പോകുന്ന മെയിൻ തെരഞ്ഞെടുപ്പുകളിൽ ഗുണകരമായി മാറുന്നത് തീർച്ചയായിട്ടും അത് BJP പോലുള്ള ഒരു പാർട്ടിക്കായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രതിപക്ഷ RJD ഒക്കെ തന്നെയും തകർന്നടിഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇനി ഒരു പ്രതിപക്ഷം ഈ പറയുന്ന രീതിയിൽ 3 ഇതായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി വരാൻ പോകുന്ന മെയിൻ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിപക്ഷത്തിന് വളരെ വലിയ തോതിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലോട്ട് വോട്ടുകൾ സ്പ്ലിറ്റായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് BJP ആയിരിക്കും എന്നുള്ളതും വ്യക്തമാണ്. പിന്നെ ഇവിടുത്തെ കേരള ബാപ്പകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ന് 3 സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗിപ്പൂരിലും മഞ്ഞൾപൂരിലും അതോടൊപ്പം തന്നെ ഡാക്കിയയിലും. പക്ഷേ ഇതിൽ പലരും പറയുന്നതെന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പും മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പും മാത്രമാണ്. പക്ഷേ അതല്ല. കാരണം 3 സ്ഥലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അതിൽ ഒരു സ്ഥലത്ത് BJP വിജയിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ മഞ്ഞൾപൂരിൽ BJP 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് 8 നില പൊട്ടി. കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ AAP കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് സ്പ്ലിറ്റായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇത്തവണ AAP നിന്നില്ല തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് AAP വോട്ടുകൾ കൂടി അങ്ങോട്ട് പോകുന്ന തരത്തിൽ ഷിഫ്റ്റ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും കോൺഗ്രസിന് ആകെ കിട്ടിയ വോട്ടുകൾ 24,000 ആയിരുന്നു. കഴിഞ്ഞ തവണ AAP നിന്നപ്പോഴത്തേക്കും 12,000 വോട്ടുകൾ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നിട്ട് പോലും കോൺഗ്രസിന് 24,000 മാത്രമാണ് വോട്ടുകൾ ലഭിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ BJP സംബന്ധിച്ചിടത്തോളം 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഈ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, അല്ലാതെ മെയിൻ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇതെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും, പല രീതിയിലുള്ള മടിയാണ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ഇവിടെ 30,000-ലധികം വോട്ടുകൾക്ക് അവിടെ BJP വിജയിച്ചു. പക്ഷേ പല മാധ്യമങ്ങളും ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയിട്ട് ബംഗിപ്പൂരും മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് മാത്രമാണ് ചിലയിടത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക. കാരണം കേരള മാപ്രകളുടെ ഡബിൾ സ്റ്റാൻഡ് രീതിയാണെന്ന് മനസ്സിലാവുക. ഇനി നേരെ മധ്യപ്രദേശിലേക്ക് വരുമ്പോഴത്തേക്കും മധ്യപ്രദേശിൽ കോൺഗ്രസാണ് വിജയിച്ചത്. കോൺഗ്രസ് 6,000 വോട്ടിന്റെ ഒരു ഡിഫറൻസിലാണ് വിജയിച്ചത്. കോൺഗ്രസിന് 66,000, BJPക്ക് 60,000. അതോടൊപ്പം തന്നെ ആസാദ് സമാജ് പാർട്ടി 22,000 വോട്ടുകൾ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പ് വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. അതായത് ശരിക്കും പറഞ്ഞാൽ 3 സ്ഥലത്ത് തെരഞ്ഞെടുപ്പ്, ഒരു സീറ്റ് BJPക്ക് ലഭിച്ചു, മറ്റൊരു സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു, മറ്റൊരു സീറ്റ് പുതിയൊരു പാർട്ടി പ്രശാന്ത് കിഷോറിന് ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് BJPയുടെ സിറ്റിംഗ് സീറ്റ്. അപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് EVM എന്ന് പറയുന്ന ഒരു സംഭവ വികാസം ഇതോടുകൂടി അടപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് ഈ ഒരു ബംഗിപ്പൂർ പരാജയത്തിലൂടെ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ EVM ശരിയാണേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ, ഇനി നാളെ BJP വിജയിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരല്ലേ, അതിനാണ് പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് രീതി എന്നുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ വെച്ചിട്ടൊന്നും തന്നെ ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യമെന്ന്. കാരണം BJP എവിടെയെങ്കിലും തോറ്റു കഴിഞ്ഞാൽ അപ്പോഴേ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന കുറേയധികം മാപ്രകളുണ്ട്. അവർക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ആയാലും അവർക്ക് വലിയ തോതിൽ പൊക്കി പിടിക്കൽ ഭയങ്കര ഇതാണ്. എന്നിട്ട് നാളെ ഒരു സമയം BJP വിജയിക്കുമ്പോഴത്തേക്ക് പറയും അയ്യോ BJP EVM അട്ടിമറി നടത്തി വിജയിച്ചു എന്നുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ ഡബിൾ സ്റ്റാൻഡ് രീതിയിലുള്ള മാപ്രകളും അതോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു തരത്തിലുമുള്ള ജനവികാരം നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി 2027 വരുന്ന UP തെരഞ്ഞെടുപ്പും ഗുജറാത്ത് തെരഞ്ഞെടുപ്പും വിലയിരുത്തിയാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ജനവികാരം, അത് ആർക്കാണ് അനുകൂലം, അത് BJPക്കാണോ അതല്ല പ്രതിപക്ഷത്തിനാണോ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രാഫ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി വരുന്ന ഗുജറാത്ത് UP തെരഞ്ഞെടുപ്പ് അതിൽ BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ജനവികാരം അവർക്കൊപ്പമാണ് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനിയിപ്പോൾ അവിടെ BJP തോറ്റു കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിപ്പോൾ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി BJP വിജയിച്ച് കഴിഞ്ഞാൽ അത് EVM അട്ടിമറി എന്ന് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷം പറയാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ഒരു തരത്തിലുമുള്ള ഒരു ചുക്കും ചുണ്ണാമ്പും ആർക്കും ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഗുജറാത്തിലും തോൽക്കേണ്ടതാണ് 100%. കാരണം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ഒരു സ്ഥലമാണ്. BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗുജറാത്ത് ഉൾപ്പെടെ BJPക്ക് തോൽവി ഒഴുകേണ്ടി വരുന്ന കാര്യങ്ങൾ മാറുമായിരുന്നു. പക്ഷേ ഗുജറാത്ത് BJP വിജയിച്ചു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് സ്വപ്നം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശുദ്ധ മണ്ടന്മാരാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് എന്താ പറയുക, മലപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നുള്ള തരത്തിലോട്ടുള്ള ഒരു കാര്യമാക്കി മാത്രമേ കാണാൻ സാധിക്കൂ. യഥാർത്ഥ ജനവിധി എന്താണ് എന്നറിയണമെങ്കിൽ അടുത്ത വർഷം 2027 വരാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പും ഗുജറാത്ത് തെരഞ്ഞെടുപ്പും ഇതിൽ ആരാണ് വിജയിക്കുന്നത് അതിലായിരിക്കും ഏറ്റവും വലിയ തോതിലുള്ള ഒരു ജനവികാരം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുക. ഉപതെരഞ്ഞെടുപ്പുകൾ വെച്ചിട്ട് ഒരു പാർട്ടിയും വിലയിരുത്താൻ പറ്റത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക.
കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉപതെരഞ്ഞെടുപ്പുകളല്ല ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞത് പ്രധാന തെരഞ്ഞെടുപ്പുകളാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ. അതിലെന്താണ് ബി ജെ പിയുടെ വിധി എന്താണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്.